നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ യൂസിങ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഇതിനു മുമ്പ് 3 മെത്തേഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. നമ്മൾ ഗുഡ് വില്ലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. 4ാമതൊരു മെത്തേഡും കൂടിയുണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ തന്നെ 2 രീതിയിൽ ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അതിന് തന്നെ നമുക്ക് 2 മെത്തേഡിലും ചെയ്യാൻ കഴിയും. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. 2 രീതിയിൽ ഗുഡ് വിൽ കണ്ടുപിടിച്ചാലും ഒരേ ആൻസർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനെ തന്നെ നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ചെയ്യാം. അതിനുശേഷം ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹1 lakh. ഒരു ബിസിനസ് സ്ഥാപനം ആവറേജ് പ്രോഫിറ്റ് 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആവറേജ് പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലൂടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഗിവൺ ദാറ്റ് ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ആർ ₹10 lakh. അസറ്റ് 10 ലക്ഷം രൂപ. ആൻഡ് ഇറ്റ്സ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ₹1,80,000. ലയബിലിറ്റീസ് 1,80,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് എന്ത് കണ്ടെത്തണം? ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടെത്തണം. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണോ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ആവറേജ് പ്രോഫിറ്റ് 1 ലക്ഷം, പിന്നെ അസറ്റ് 10 ലക്ഷം, ലയബിലിറ്റീസ് 1,80,000, റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് എഴുതുന്നു, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലൂടെയാണ്. നമ്മൾ ആദ്യം വേണ്ടത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആവറേജ് പ്രോഫിറ്റാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 1 ലക്ഷം. ഇനി രണ്ടാമത് നമ്മളിതിന് എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഇതിന് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യണം? 10% ചെയ്യുകയാണെങ്കിൽ 10/100 ചെയ്യണം. അതിന് നേരെ തിരിച്ച് 100/10 ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100/100. ഇവിടെ ശതമാനം 10 ആയതുകൊണ്ട് 100/10 ചെയ്താൽ കിട്ടുന്നതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ 100 % ഓഫ് റിട്ടേൺ. ചെയ്തു കഴിഞ്ഞാൽ 1 ലക്ഷം ഇൻറ്റു 100/10 നമുക്ക് കിട്ടുന്ന എമൗണ്ട് 10 ലക്ഷമാണ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് 10 ലക്ഷം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണ്. നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാപിറ്റൽ എന്നുള്ളൊരു ഐറ്റം നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്നുള്ളൊരു ഐറ്റം നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള വഴി തന്നിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇവിടെ വഴി? നമുക്ക് അസറ്റും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഈ ഒരു ഫോർമുലയിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താം? ക്യാപിറ്റൽ കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? അസറ്റിൻ്റെ വില 10 ലക്ഷം, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് 1,80,000. നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടുന്നത് 8,20,000 ആണ്.
നമ്മുടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കിട്ടി 8,20,000. അപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ആവറേജ് പ്രോഫിറ്റ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട് 1,00,000 രൂപ. നമ്മളതിനെ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ കണ്ടെത്തി. ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. 1,00,000 ഇൻറ്റു 100/10 ചെയ്തു, 10,00,000 രൂപ കിട്ടി. മൂന്നാമത് നമ്മുടെ ശരിക്കും ക്യാപിറ്റലിൻ്റെ വില എത്രയാണെന്നുള്ളത് നോക്കി. ക്യാപിറ്റൽ നേരിട്ട് തരാത്തതുകൊണ്ട് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ചെയ്ത് ക്യാപിറ്റലിൻ്റെ വില കണ്ടെത്തി. 8,20,000 ക്യാപിറ്റൽ. നാലാമത് ഗുഡ് വിൽ കണ്ടുപിടിക്കാനുള്ള വഴി വളരെ സിമ്പിളാണ്. നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്നും ക്യാപിറ്റൽ കുറച്ചാൽ കിട്ടുന്നതാണ് ഗുഡ് വിൽ. ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഗുഡ് വില്ലിൻ്റെ ഫോർമുലയാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് കിട്ടിയത് 10,00,000 ആണ്. ആക്ച്വൽ ക്യാപിറ്റൽ കിട്ടിയിരിക്കുന്നത് 8,20,000. അപ്പോൾ നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് 10,00,000 മൈനസ് 8,20,000. നമുക്ക് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 1,80,000. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 1,80,000. അപ്പോൾ ഈ 1,80,000 ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 4 കാര്യങ്ങളാണ്. ആദ്യം വേണ്ടത് ആവറേജ് പ്രോഫിറ്റ്, അതിന് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. മൂന്നാമത് നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ. നാലാമത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഗുഡ് വിൽ. ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളുടെ ഇവിടുത്തെ ഗുഡ് വിൽ. ഗുഡ് വിൽ നമ്മൾ കണ്ടുപിടിച്ചത് 1,80,000 രൂപ. ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ നോട്ട് എഴുതി വയ്ക്കുക.